ഡൽഹിയിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും നേരെ നടത്തുന്ന അതിക്രമങ്ങൾ, ഭരണഘടനാ മൂല്യങ്ങൾ ലംഘിക്കുന്ന കാര്യം, അങ്ങനെ പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം ഒരു പ്രസംഗത്തിൽ പറയാൻ പാടില്ലല്ലോ. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് നേരെ ചുങ്കയുദ്ധം പറഞ്ഞിരിക്കുകയാണ്. ആദ്യം 25% ചുങ്കം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ. ഇപ്പൊ അത് 50% വർദ്ധിപ്പിക്കുക. ഇതിന് പരിഹാരം കാണാൻ വേണ്ട നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് എടുത്തില്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെയും കേരളത്തിന്റെ സമ്പദ്ഘടനയെയും ബാധിക്കും. നമുക്ക് ഒരുപാട് മീനും കൊഞ്ചും ചേർത്ത് ഭക്ഷണം കഴിക്കേണ്ടി വരും. കാര്യം മീനും കൊഞ്ചും ഇവിടുന്ന് കയറ്റുമതി ചെയ്യേണ്ടതാണ്. അതെല്ലാം വലിയ തോതിൽ ഇടിഞ്ഞാൽ ഇത് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുള്ളൂ. അപ്പൊ കൊഞ്ചും മീനും തിന്നാൻ കൊതിയുള്ളവരൊക്കെ വിചാരിക്കുമോ കൊള്ളാം ട്രംപ് കൂടുതൽ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ സമ്പദ്ഘടന സ്ഥിരമായി കശുവണ്ടി കയറ്റുമതി ചെയ്യുന്നുണ്ട്. കയറുൽപ്പന്നങ്ങൾ ഇപ്പൊ കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഉൽപാദനം രാജ്യത്തിനുള്ളിലെ ആവശ്യത്തിനും വേണം, കയറ്റുമതി ചെയ്ത് വിദേശനാണ്യം നേടാനും വേണം. അങ്ങനെയെങ്കിലേ സമ്പദ്ഘടന മുന്നോട്ട് പോകും, തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ, നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനങ്ങൾ നരേന്ദ്രമോദിയുടെ സുഹൃത്ത് എന്ന് നരേന്ദ്രമോദി അവകാശപ്പെടുന്ന ഈ ഡൊണാൾഡ് ട്രംപ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോകത്ത് അമേരിക്കൻ പ്രസിഡന്റ് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെയും അവരുടെ ജീവിതത്തെയും അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സാധ്യതയും ഒക്കെ ബാധിച്ചുകൊണ്ട് വരും. അപ്പൊ ലോക സംഭവവാസികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രദ്ധിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. ചിലപ്പോൾ എന്തിനാണ് ഈ ലോകത്തെ കാര്യമൊക്കെ നമ്മൾ ഇത്രയും സമയമെടുത്ത് പറയുന്നത്? അത്ര ആവശ്യത്തിൽ കൂടുതൽ സമയം നമ്മൾ ചിലപ്പോൾ എടുക്കാറുണ്ട്. എന്നാലും ലോകം ഇന്ത്യയിൽ പ്രവർത്തിക്കും, ലോകവും ഇന്ത്യയും കേരളത്തിലും പ്രവർത്തിക്കും എന്ന് നമ്മൾ കാണണം. ഇതെല്ലാം ഒരു പരിധിവരെ മനസ്സിലാക്കിക്കൊണ്ട് മടിക്കയിലെ ചെങ്കൊടി പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഈ 75 വർഷക്കാലം എന്നതുകൊണ്ടാണ് മടിക്കയിൽ ചെങ്കൊടി തളരാതെ നിൽക്കുന്നത്. മടിക്കയുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മടിക്കൈയായി മാറാൻ കേരളത്തിലെ ഇതര ഗ്രാമങ്ങൾക്കും കേരളത്തിലാകെ തന്നെയും ഇന്ത്യയിലെ പൊതുപ്രസ്ഥാനത്തിനും കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം ഓർത്തുകൊണ്ട് ഇവിടെ ദീർഘകാലം സമർത്ഥമായി ഈ പഞ്ചായത്തിന് ജനകീയമായി നയിച്ച അപ്പു കാരണവർ മുതൽ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാം അവിടെ കാണാം. എല്ലാവരുടെയും കെ എം കുഞ്ഞിക്കണ്ണൻ സഹമുണ്ട്, നമ്മുടെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ സമപ്രായക്കാരാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാനും ഇവിടുത്തെ ഭരണത്തിൽ ചെറിയ തോതിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ദേവി ബാലകൃഷ്ണന്റെ പേര് വരുമ്പോൾ തോന്നുക. അപ്പോ ഈ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുത്തവർ മാത്രമല്ല, അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIM-നും ഈ മടിക്കയിൽ നേതൃത്വം കൊടുത്ത സഖാക്കൾ, ഈ വിജയത്തിന് വേണ്ടി നിശബ്ദമായി ക്ലേശം അനുഭവിച്ച ആയിരക്കണക്കിന് പ്രവർത്തകർ, തൊഴിലാളികൾ, കൃഷിക്കാർ, യുവാക്കൾ, മഹിളകൾ, അവരെല്ലാം അനുമോദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ലാൽ സലാം.